എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ റീവാലുവേഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾ കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. ഗ്രാജുവേഷൻ സെറമണി കാത്തിരിക്കുന്നവർ നിർബന്ധമായും കാണുക. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ എടുക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ റീവാലുവേഷൻ റിസൾട്ട് എന്നായിരിക്കും വരിക എന്ന് നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. മോസ്റ്റ് പ്രോബബിൾ പറഞ്ഞാൽ ഈ കഴിഞ്ഞ മെയ് മാസം 27-ാം തീയതിയാണ് റീവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ടതായ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മോസ്റ്റ് പ്രോബബിളി പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരു ജൂൺ മാസം 15-നുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഒരു ജൂൺ മാസം 15-ാം തീയതിക്കകം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ് ഇത് ഗ്രാജുവേഷൻ സെറമണി എന്നായിരിക്കും നടക്കുക എന്നുള്ളത്. മോസ്റ്റ് പ്രോബബിളി പറഞ്ഞാൽ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റീവാലുവേഷൻ റിസൾട്ടിന് ശേഷമായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ സെറമണി കോൾ ഫോർ ചെയ്യുക. കാരണം എന്ന് പറയുന്നത് ഈ ഫിഫ്ത്ത് സെമസ്റ്റർ റീവാലുവേഷൻ റിസൾട്ട് വന്ന് അതിലും കൂടി ജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന വിധം തയ്യാറാക്കാനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശ്രമിക്കുന്നത്. കാരണം നിരവധി വിദ്യാർത്ഥികൾ 5 സെമസ്റ്റർ പാസ്സാകുകയും 6ാം സെമസ്റ്ററിൽ ഒരു വിഷയത്തിന് സപ്ലി വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രാജുവേഷൻ സെറമണി പങ്കെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ് റീവാലുവേഷൻ റിസൾട്ട് വരുന്നത്. ഇപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥി ജയിക്കുകയാണെങ്കിൽ അവർക്കും കൂടി പങ്കെടുക്കാൻ പറ്റും തരത്തിലുള്ള വിധത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്രമീകരിക്കുന്നത്. എന്തായാലും റീവാലുവേഷൻ റിസൾട്ടിന് ശേഷമായിരിക്കും ഗ്രാജുവേഷൻ സെറമണി കോൾ ഫോർ ചെയ്യുക. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ പുതിയമായി കാണുന്ന മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ ഗൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.